ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി തൈര് മുളകിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തൈര് മുളക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാനിവിടെ നല്ല എരിവുള്ള ഉണ്ട പച്ചമുളക് വെച്ചിട്ടാണ് തൈര് മുളക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. ഞാനിവിടെ ഒരു 5-6 ഓളം ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നെടുകെ പിളർന്ന് കൊടുത്തിരിക്കുകയാണ്. അതായത് മുഴുവനായിട്ട് മുറിച്ച് മാറ്റിയിട്ടില്ല. അതിൻ്റെ ആ ഞെട്ടറ്റം വരെ ഇങ്ങനെ ഒന്ന് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പം ഞാൻ ദാ ഇവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കടുകും അതുപോലെ തന്നെ ഉലുവയുമാണ്. കടുകും ഉലുവയും എല്ലാം ഇട്ട് അതെല്ലാം ഒന്ന് പൊട്ടി വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള 6 പച്ചമുളകും ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്കിത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വരണം. അതിൻ്റെ ആ ഒരു മുളകിൻ്റെ ആ ഒരു എരിവെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ തൈര് മുളകിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പിന്നീട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരും കൂടിയാണ്. തൈര് ഞാനിവിടെ ഉപ്പെല്ലാം ചേർത്ത് നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തൈര് നമ്മൾ ചേർത്ത് കൊടുത്തു. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഗ്യാസ് അടുപ്പിൽ നിന്ന് തന്നെ ഇത് മാറ്റി വയ്ക്കാം. കാരണം തിളച്ച് പോവരുതല്ലോ. അപ്പം നമ്മൾ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും ചൂട് തട്ടി തിളച്ച് പോവരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ തൈര് മുളകിൻ്റെ റെസിപ്പി. ഇത് നമ്മൾ അപ്പോൾ തന്നെ കൂട്ടാതെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മൾക്ക് കൂട്ടുന്നതാണ് ടേസ്റ്റ്. അപ്പം അതിൻ്റെ ആ എരിവെല്ലാം പച്ചമുളകിൻ്റെ എരിവെല്ലാം തൈരിലേക്ക് ഇറങ്ങി പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഒരു പച്ചമുളകും അതേപോലെ ഒരു ഇച്ചിരി തൈരും ഉണ്ടെങ്കിൽ നമ്മൾക്ക് നിറയെ ചോറ് കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.